ഇനി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് തൃശൂരിലെത്തും. കളക്ടറുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും നടക്കുന്ന യോഗത്തിനു ശേഷം മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ടുമൊഴിയെടുത്തതിനു ശേഷം ദുരന്ത സ്ഥലവും ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. ശ്രീകുമാരൻ ചേർന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ശ്രീത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് മറുപടി ആയിട്ടില്ല. എങ്ങനെയാണ് അത്രയും പേരുടെ മരണത്തിനിടയാക്കിയ ദാരുണമായ ആ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായത് എന്നുള്ളത്? ആ ചോദ്യത്തിലേക്കുള്ള മറുപടിക്കുള്ള അന്വേഷണ തുടക്കം എന്ന് കരുതാമോ ശ്രീജിത്ത്? തീർച്ചയായും ഹാഷ്മി, അന്വേഷണ തുടക്കമെന്ന് നമുക്ക് കരുതാം. ഒരു പ്രാഥമിക അന്വേഷണം അതുപോലെ ആ മേഖലയിൽ ദുരന്ത നിവാരണ വകുപ്പ് അടക്കം ഈ ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് അടക്കം ഇന്ന് രാമനിലയത്തിലാണ് കളക്ടറും കമ്മീഷണറുമായുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ആ മീറ്റിംഗ് നടക്കുക. എന്തായാലും ആ മീറ്റിംഗിൽ വെച്ച് കൃത്യമായ രീതിയിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്ക് പ്രാഥമികമായി വിവരങ്ങൾ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം അദ്ദേഹം നേരെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ സന്ദർശിക്കുക. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് പോകും. മെഡിക്കൽ കോളേജിലേക്ക് പോയതിനു ശേഷമായിരിക്കും മുണ്ടത്തിക്കോട്ടെ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുക. ആ പ്രദേശത്ത് നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ വീടുകൾക്ക് നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, സ്വത്തുക്കൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ മേഖലയിലും അദ്ദേഹം എത്തും. ശേഷം ഇതിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രദേശത്തുകാരായിട്ടുള്ള ആളുകൾ തന്നെയുണ്ട്. അവരെ നേരിൽ കണ്ടു മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു 9 മണിയോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ യോഗമാണ്, ശേഷമാണ് സന്ദർശനങ്ങൾ നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.